ഇതിനകത്ത് നോക്കുമ്പോഴാണ് ഞാൻ വണ്ണം വെച്ചതിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഓക്കെ എന്നാ വേണ്ട വയ്യല്ലോ എന്നും പറഞ്ഞിരുന്നു. പിന്നെ ഹായ് എവ്രിവൺ, ഇറ്റ്സ് മീ ജിസ്മോൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിസ്മോൾസ് ക്രേസി വേൾഡ്. അപ്പം നമ്മൾ ഇപ്പം കാനഡയിലാണ്. നമ്മളൊരു 2-3 ദിവസം കാനഡയിൽ ഒരു ചെറിയ ട്രിപ്പിന് വന്നതാണ്. നമ്മുടെ ഷിക്കാഗോയിൽ നിന്നും ട്രൂ മിഷിഗൺ ഒക്കെ വഴി നമ്മൾ കാനഡയിലെത്തി. അപ്പം എന്താ പറയുക, ഇവിടെ നമ്മൾ ജസ്റ്റ് നയാഗ്ര വാട്ടർഫോൾസ് കാണുന്നു, പിന്നെ ചില്ലറ സ്ഥലങ്ങളൊക്കെ കാണുന്നു. ആൻഡ് ഓൾസോ ചേട്ടായുടെ ഒരു കസിൻ സിസ്റ്റർ ഇവിടെയുണ്ട്. ആളെയും ഒന്ന് കണ്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് കാനഡയിൽ നിന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ചേട്ടായുടെ സെക്കൻഡ് ടൈമോ സെക്കൻഡ് ടൈം യാ. സോ ചേട്ടായുടെ സെക്കൻഡ് ടൈമാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വന്നത് ഫെറി വഴിയാണ്. ചേട്ടായി വന്നത് പക്ഷേ ആക്ച്വലി നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്ത് ഡ്രൈവ് ചെയ്തായിരുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്ത്, ബട്ട് ഫെറിയാണ് നമ്മൾ ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി കാണിച്ചു തന്നത്. അപ്പം നമ്മളിങ്ങനെ വന്നു. നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി ഫുൾ ലാൻഡാണ് നമ്മുടെ, ഫുൾ നല്ല എന്താ ആഗോ വെച്ച് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഇങ്ങനെ നല്ല പച്ചപ്പാണ് നമുക്ക് ഫുൾ കാണാനുള്ളത്. യാ, സോ അടിപൊളിയാണ്. സെയിം വേറെ ഇതൊന്നും ഇല്ല. നമ്മളിനി പോകുന്ന വഴികളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. നമ്മുടെ യാത്ര നമ്മൾ ഫെറിയിൽ വന്നപ്പം നമുക്ക് $12 ആണ് ജസ്റ്റ് വൺ സൈഡ് ആയത്. പിന്നെ നമ്മുടെ അവിടെ കാനഡയിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്, പിന്നെ ഗ്രീൻ കാർഡ് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം പറയുന്നു. സോ അതെല്ലാം കാണിച്ചു. അങ്ങനെ നമ്മൾ സേഫായിട്ട് കയറി. അവർ ടാറ്റ, താങ്ക് യു, ഹാവ് എ നൈസ് ആൻഡ് സേഫ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കൃഷി, ഫുൾ ഇതെല്ലാം കൃഷിയുടെ സംഭവങ്ങളാണ്. ഒരുപാട് ലാൻഡ് ഫീൽഡാണ് ഫുള്ള്. അതൊരു പ്രത്യേക ഭംഗി. നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന സെയിം ഒരു വൈബാണ് ശരിക്കും. നാട് നല്ല അടിപൊളി. ചൂട് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം യാ കാറ്റും ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നമ്മൾ ആക്ച്വലി നമ്മൾ 2 ദിവസം അല്ല, ഇന്നലെ പോരാൻ വേണ്ടി ഇരുന്നതാണ്. ഇന്നലെ പോരാൻ നമുക്ക് പറ്റിയില്ല. ചേട്ടായിക്ക് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആക്ച്വലി ഈ കാനഡ പോക്ക് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മളെല്ലാം ബുക്ക് ചെയ്തു, എന്നിട്ട് പിന്നെ ക്യാൻസൽ ചെയ്തു നമ്മുടെ ബുക്കിംഗ് എല്ലാം. അതിനുശേഷം വീണ്ടും നമ്മൾ വന്നേക്കുവാണ്. ബിക്കോസ് എനിക്ക് പനിയായിരുന്നു. 3-4 ദിവസം അടിഞ്ഞു പോയി. അപ്പം പിന്നെ ചോളം അല്ലേ, ഓക്കെ യാ. അപ്പം അങ്ങനെ നമ്മൾ ഓക്കെ എന്നാ വേണ്ട വയ്യല്ലോ എന്നും പറഞ്ഞിരുന്നു. പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ ഇപ്പം ഞാൻ ഓണായി. അങ്ങനെ നമ്മളത് തിരിച്ച് വീണ്ടും നമ്മുടെ ബാക്ക് ടു നമ്മുടെ പ്ലാനിലേക്ക് വന്നു. അപ്പം ഇത് ഇതാ കേട്ടോ, നല്ല രസമുണ്ട്. നമ്മളപ്പം നമ്മൾ 2 സ്റ്റേറ്റ് കവർ ചെയ്തല്ലേ ടൈ, ഷിക്കാഗോയിൽ നിന്ന് ഇൻഡിയാന ആൻഡ് മിഷിഗൺ. സോ അങ്ങനെ ഈ 2 സ്റ്റേറ്റ് കവർ ചെയ്താണ് നമ്മൾ ഫെറി കയറി നമ്മൾ കാനഡയിൽ ഇലിനോയ്, ഷിക്കാഗോ അല്ല സോറി ഇലിനോയിൽ നിന്ന് നമ്മൾ ഇൻഡിയാന ദെൻ മിഷിഗൺ, ഈ 2 സ്റ്റേറ്റ് കവർ ചെയ്ത് ആണ് നമ്മൾ നമ്മുടെ കാനഡ എത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ നമുക്ക് നിർത്തി ഒന്ന് വീഡിയോ എടുക്കാനോ ഒക്കെ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് നാട്ടിലെ പോലെ നമുക്ക് തോന്നിയിടത്തൊന്നും നിർത്താൻ പറ്റത്തില്ലല്ലോ. നിർത്തിയാൽ സൈഡിൽ നിർത്താൻ പാടില്ല. മറ്റേ മെയിൻ ഇതാണ്, ഇതൊരു വില്ലേജ് ഏരിയ പോലെയാ. എൻ്റെതായ ഒരു ബ്യൂട്ടി ഈ ഒരു പ്ലേസിനുണ്ട്. ആക്ച്വലി ഇനിയിപ്പോൾ ഡൗൺ ടൗണിലേക്ക് കയറിയ ഫുൾ റഷ് ആയിരിക്കും. ഇത് നെല്ലാണോ? കീൻവയാണ്. ഓക്കെ, ആണോ? എന്തോ സംഭവമാണ് നമുക്കറിയാം. എനിക്ക് ഇവിടുത്തെ വീടുകൾ ഇങ്ങനത്തെ തന്നെയാണ് നമുക്ക് അവിടെ ഉള്ളത്. ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് 2 പേർക്കും കാര്യമാണ് ഇങ്ങനെ ഫീൽഡ്, വലിയ കുറേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ, അതിൻ്റെ അകത്ത് കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വീട്, ഇങ്ങനത്തെ നല്ല ഫീൽഡിനിടയ്ക്ക് വീട് വരിക ഞങ്ങളുടെ 2 പേരുടെയും ഭയങ്കര വലിയ ആഗ്രഹമാണ്. എന്നാലും നമ്മൾ ഫ്യൂച്ചറിൽ വീടെടുക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ സ്ഥലം വീട് കിട്ടിയാൽ സൂപ്പർ അടിപൊളിയായിരിക്കും. അപ്പം ഇനിയിപ്പം പോകുന്ന വഴിക്കത്തെ കാഴ്ചകൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അവിടെ ചെന്നിട്ട് നമ്മുടെ കസിനെ കാണുന്നതും ആൻഡ് ഓൾസോ
2-3 ദിവസത്തെ ട്രിപ്പിൻ്റെത് ഒറ്റ ദിവസമാക്കി ഞാൻ കാണിക്കാൻ നോക്കാം. ലൈക്ക് കാരണം അധികമൊന്നും ആരും ഒന്നും കാണാനൊന്നും ഇല്ല. ചുമ്മാ ഞാനെൻ്റെ ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പോയായിരുന്നു എന്ന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നാനായിട്ടുള്ള ഒരു മെമ്മറി അതിനുവേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ഇനി പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. നമ്മൾ ലണ്ടനിൽ എത്തി. ലണ്ടൻ മീൻസ് നോട്ട് യുണൈറ്റഡ് കിങ്ഡം, കാനഡയിലുള്ള ലണ്ടൻ. അങ്ങോട്ട് കയറി. ഞാൻ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞു. ബിക്കോസ് നമ്മൾ രാവിലെ പിന്നെ 4 മണിക്ക് എഴുന്നേറ്റതാണ്. ഇന്നലെ നൈറ്റും ഞാൻ അധികം ഉറങ്ങിയില്ലായിരുന്നു. 3.5 hours ഉറക്കം എനിക്ക് കിട്ടിയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഞാനൊന്ന് മയങ്ങി. ഇനിയിപ്പം ഏകദേശം 20 more നമ്മുടെ ആ ചേട്ടയുടെ കസിൻ്റെ അടുത്തെത്താനായിട്ട്. സോ അവൾ ലണ്ടനിലാണ്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെന്നിട്ട് വല്ലതൊക്കെ കഴിക്കണം. വിശന്നിട്ട് വയ്യ. ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോഴാണ് ഞാൻ വണ്ണം വെച്ചതിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറയ്ക്കണം എന്ന് വിചാരിക്കുന്ന അന്ന് ഭയങ്കര തീറ്റയായിരിക്കും. അതൊരു അസുഖമാണോ അറിയത്തില്ല. നാട്ടിൽ നിന്ന് വന്നപ്പം എങ്ങനെയിരുന്ന ഞാൻ പൊണ്ണത്തടിച്ചായി. ഈ ഒരു ആംഗിളിൽ വെച്ച് വേണം വർത്താനം പറയാൻ തോന്നുന്നു. ഇങ്ങനെ വണ്ണം വെച്ച് അങ്ങോട്ട് പോകാതെ എനിക്കൊരു വൃത്തമില്ല. എപ്പോഴും ഓർക്കും എക്സസൈസ് ചെയ്യണം, വണ്ണം കുറയ്ക്കണം, നടക്കുന്നില്ല. ചെയ്യണം. പിന്നെ ഇനിയിപ്പം ഒരു 19 മിനിറ്റ് കൂടെ, അതൊക്കെ മതി. 19 more minutes. ഫ്രീ വേയിൽ കയറിയത് നമ്മൾ കുറേ നേരമായി. ഫ്രീ വേ കയറിയിട്ട് അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി. ഇത് കഴിക്കാതെയും കൊച്ച് ചേട്ടാൻ ചുമ്മാ എടുക്കുന്നു. വീഡിയോ അങ്ങനെയൊന്നുമില്ല. ഇത് ചുമ്മാ ഞാൻ എടുക്കുന്ന എൻ്റെ ഒരു സന്തോഷം. ഹലോ, അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മൾ ഏതായിരുന്നു? എംബസി സ്യൂട്ട് ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. 29th ഫ്ലോറിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അവിടുന്ന് അവളെ കസിനെ കണ്ട് അവളുടെ കൂടെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോന്നായിരുന്നു. അവൾ ജസ്റ്റ് അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ നമ്മളിവിടെ വന്നു. റൂമെല്ലാം എടുത്തു. ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്നുള്ള നയാഗ്ര വാട്ടർഫോൾസിൻ്റെ വ്യൂ കാണിച്ചു തരാം. നമ്മുടെ റൂമിൽ നിന്നും നമ്മൾ നയാഗ്ര വാട്ടർഫോൾസ്, നമ്മളിപ്പം നയാഗ്ര വാട്ടർഫോൾസ് താഴെ പ്രോപ്പർ പോയി കാണാൻ പോവാണ്. അവിടുത്തെ മറ്റേ നൈറ്റ് വ്യൂ ഉണ്ട്, നൈറ്റ് ലൈറ്റിങ്സ് അല്ലേ ലൈറ്റ് ഷോ എന്തുവായിരുന്നു? ഫയർ വർക്ക് ഉണ്ട്. സോ അത് കാണാൻ പോവാണ്. 10 o'clock ഇറ്റ്സ് 7:45 now. അപ്പം ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള നമ്മുടെ വാട്ടർഫോളിൻ്റെ ഇത് കാണാമോ? ഇത് ഇത്രയും ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദിസ് ഈസ് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ആ ഏരിയയിൽ ആണ് അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാർ നിൽക്കുന്നത്. അവിടെ ഞാൻ അവിടെ അടുത്ത് ചെല്ലുമ്പം കാണിച്ചു തരാം. ഇവിടെ കാനഡയിൽ നിന്നുള്ളത് ആൾക്കാർ, കാനഡ അവിടുന്ന് അമേരിക്ക. സോ അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ചെന്നിട്ടുള്ള വ്യൂ. ഞാൻ കാണിച്ചു തരും. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ക്യാൻസൽ ചെയ്തതിന് മുമ്പ് നമ്മൾ എടുത്ത ഹോട്ടൽ ഇതായിരുന്നു. അതിന് ശേഷമാണ് നമ്മളുടെ പ്ലാൻ എനിക്ക് ആയിരുന്നുകൊണ്ട് നമ്മൾ പോരുന്നില്ല എന്ന് വെച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി നമ്മൾ പോരുന്നു എന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ചേട്ടാ എൻ്റെ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദിസ് ഡേ. ചേട്ടായുടെ ഔട്ട്ഫിറ്റ്
This is his outfit. Ayada. Yes, so we are going on our way to Niagara Waterfalls. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പോൾ ഓർത്ത് ഇവിടുത്തെ ഇതിൻ്റെ ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കോംപ്ലിമെൻ്ററി ഫുഡും സ്നാക്സും ഒക്കെ കിട്ടുന്നത് ചെല്ലുമ്പം തന്നെ ഇങ്ങനെ ഒരാൾ നമ്മളെ വെൽക്കം ചെയ്യാനുണ്ട്. സോ ഇത് നമ്മുടെ ബിവറേജസ് ഒക്കെ കിട്ടുന്ന ഏരിയയാണ്. ആൻഡ് ഇത് കയറി വരുമ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണ്, ബട്ട് ഇറ്റ്സ് സോ നൈസ്. ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് STK എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദാറ്റ്. ആൻഡ് ഇത് ആൾക്കാരെ കാണിക്കുന്നില്ല. ഇവിടെ ബിവറേജസിൻ്റെ തന്നെയാണ് ഇവിടെ ചേട്ടായിരിക്കുന്നത്. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ STK എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഇതിങ്ങനെ ഈ ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാളും അടിപൊളിയാണ്. അങ്ങോട്ടേക്ക് ഫുഡ് കൗണ്ടറാണ്. നമ്മൾക്കിപ്പോൾ ഇതിന് പാസില്ല. സോ നാളെ രാവിലെ നമുക്ക് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരാളിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഹോട്ടലിൽ നമുക്ക് ഈവനിങ് സ്നാക്സ്, പക്ഷേ സ്നാക്സിൻ്റെ ടൈം കഴിഞ്ഞു. അത് 6 PM വരെ കണ്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വന്ന് തന്നെ 7:30 എങ്ങാണ്ടാ പറയാം. സോ അപ്പം നമ്മൾക്ക് ജസ്റ്റ് കോംപ്ലിമെൻ്ററി ജ്യൂസ് ഉണ്ട്. സോ ഐ ചുക്ക് ദിസ് വൺ. ചേട്ടായി ഏതോ പറഞ്ഞു ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ്, ഒരു റെഡ് വൈൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രിങ്ക്സ് കുടിച്ചിട്ട് നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോവാണ്. 10 o'clock ഉള്ള ഇതും കാണണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇനി കാണിക്കാം. ഫൈനലി നടന്ന് നമ്മൾ നമ്മുടെ വാട്ടർഫോളിൻ്റെ അടുത്തെത്തി. നയാഗ്ര വാട്ടർഫോൾ കാണിക്കാം. നല്ല ക്രൗഡാട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ അന്നേരം രാത്രിയാകുമായിരിക്കും. നാളെ ഞങ്ങൾ ചിലപ്പോൾ വരുന്നുണ്ടാവും. തിരിച്ച് പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ഒന്ന് വന്ന് ഒറ്റ ബൈ പറയും. സോയാ അപ്പോൾ ഞാൻ പോവുക. ഓക്കെ. ട്രാഫിക്കാണ് ഇങ്ങനെ തുരുതുരാ വരുന്നു. ഇവിടെ ആൾക്കാരെല്ലാം ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഇനി exact view I'll show you guys now, and the show starts. Oh my god. ഞാൻ അടുത്തുനിന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് അപ്പച്ചനൊക്കെ ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അമ്മേ കാണിക്കാം. എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഈ കമ്പിയിൽ തൂങ്ങി നിൽക്കുക. കാരണം നമുക്ക് ശരിക്കും കാണാൻ പോലും പറ്റത്തില്ല. ഫൈനലി സോ ഈ ബോട്ടിൽ ആക്ച്വലി പോയാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അതിലെ എല്ലാം ഒന്ന് ചുറ്റിക്കാണാം. പക്ഷെ നനയും നമ്മൾക്ക് റെയിൻകോട്ടൊക്കെ തരും കേട്ടോ. ഞാൻ ബ്രൈറ്റ്നസ് ഒന്നും കൂട്ടട്ടെ, എനിക്ക് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫൈൻ. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ അത് നമ്മുടെ ആ കാണുന്നത് ഇത് നമ്മുടെ അമേരിക്കയിൽ നിന്നുള്ള വ്യൂ ആണ്. ആക്ച്വലി ആ വ്യൂ വലിയ സുഖമില്ല. ബിക്കോസ് ശരിക്കും ഇതിൻ്റെ ഈ ഫോൾ ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കാനഡയിൽ തന്നെ വരണം. എങ്കിലാണ് അതിൻ്റെ എക്സാക്റ്റ് ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് പോകുന്നത് കാണാൻ പറ്റും. അല്ലാണ്ട് ശരിക്കുമുള്ളൊരു വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ മേ ബി കാനഡയിൽ തന്നെ വരണം. പത ഇതെല്ലാം ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ പത മീൻസ് വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുകയല്ല, അതിൻ്റെ ഇതായിരിക്കണം. ഐ ഡോണ്ട് നോ. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാമേ. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, ബസ്സുണ്ട്. ഫുള്ള് ഭയങ്കര ആളാണ് കേട്ടോ ആക്ച്വലി.
സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇന്ത്യയിലെ ഏതോ ഒരു സ്റ്റേറ്റിൽ വന്ന ഫീലാണ് സത്യം പറഞ്ഞാൽ. ബിക്കോസ് ഒന്നെങ്കിൽ നമുക്ക് തമിഴ് പറയുന്നേക്കാം, അല്ലെങ്കിൽ ഹിന്ദി പറയുന്നേക്കാം, അല്ലെങ്കിൽ പഞ്ചാബി പറയുന്നേക്കാം, അല്ലെങ്കിൽ തെലുഗു പറയുന്നേക്കാം. ഇതിലേതേലുമൊക്കെ ലാംഗ്വേജ്, ഇപ്പം തന്നെ ഞങ്ങൾ മലയാളം പറയുന്നു, ഏതേലുമൊക്കെ ലാംഗ്വേജ് ഇവിടെയുണ്ട്. ബിക്കോസ് നമ്മൾ കേട്ടതിൽ മാക്സിമം നമ്മുടെ ഭാരത് മാതാ കീ ജയ് എല്ലാ ഹോട്ടൽ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി, നല്ല വ്യൂ ആണ്. എനിക്ക് ഇഷ്ടമായി 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 എല്ലാം ഇഷ്ടമായി. കുട്ടാ എൻ്റെ കെട്ടിയോൻ ബ്ലൂ 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 ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് എൻ്റെ കൊച്ചു നടക്കുക. ഇത് ആക്ച്വലി ആൾക്കാരെ തട്ടി നടന്നിട്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മേ ഒക്കെ നല്ല രസമുണ്ട്. ഈ സംഭവത്തെ ഇൻസ്ട്രക്ഷൻസ് ഇതേക്കൂടെയൊക്കെ വേണം നോക്കാം. ഇപ്പം നിൽക്കാതെ നോക്കുന്നില്ല. ആ വെള്ളം വീഴുന്നതിൻ്റെ ഉണ്ടോ, പൊങ്ങിയ വെള്ളം പോകുന്ന കാറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ തിയറി എന്താണെന്ന് ഐ ഹാവ് നോ ഐഡിയ. സോ ദാറ്റ്സ് ദാറ്റ്. ഈ നേരമായുണ്ട് ഈ ലൈറ്റ് ഷോ 10 മണിക്കല്ലേ ടൈം. സോ നമ്മൾ അതിന് വേണ്ടിയാണിത് വന്നിരിക്കുന്നത്. ഈ അങ്ങ് കിടക്കുന്ന എല്ലാ ആൾക്കാരും കണ്ടു, എല്ലാവരും ഇത് കാണാൻ വേണ്ടിയാണ്. അച്ചോടാ ഒരു പൂച്ച, അല്ല പൂച്ചയാണോ പട്ടിയാണോ? പട്ടിക്കുഞ്ഞ് അച്ചോടാ വായിക്കുന്നുണ്ട്. ഇപ്പം പൂച്ചനെ പോലെ നീ ഇഷ്ടംപോലെയുണ്ട്. സ്റ്റുഡൻസ് ആയിട്ട് വന്നവരും ഫാമിലി ആയിട്ട് വന്നവരും ഒക്കെ ഉണ്ട്. നല്ലൊരു ഇതാണ് ആക്ച്വലി. ഓ ദേ ഇതുണ്ടോ, ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ബോട്ട് പോകുന്നേ, ഫുള്ളൊരു നനയും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഓ വാ, അമേരിക്കയിലുള്ളവർക്ക് ഹായ് വേണേൽ പറയാം. ഇതുകൊണ്ട് അമേരിക്കയിലുള്ളവർ നിൽക്കുന്നു. ഇതുകൊണ്ട് അമേരിക്കയിലുള്ളവർ നിൽക്കുന്നു, അമേരിക്കയിൽ നിന്ന് വ്യൂ കാണുന്നവർ. അവരിപ്പോ ഫുള്ള് നനഞ്ഞ് ആ ഇത് വെള്ളം വീഴുന്നതിൻ്റെ നനഞ്ഞ് നിൽക്കുന്നു. ഇതെല്ലാം വീഴുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങളൊരു ഫോട്ടോ എടുക്കണ്ടേ. ഇങ്ങോട്ട് വരുംതോറും ആൾക്കാരുടെ ഇത് കൂടിക്കൂടി വരികയാണ്. എംബസി സ്യൂട്ട്സ്, നമ്മുടെ ഹോട്ടൽ. ദാറ്റ്സ് ആർ ഹോട്ടൽ. ഇതാണ് നമ്മുടെ ഹോട്ടൽ, നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ മലയാളികളാണ്. ഓ ഇത് ശരിക്കും കാണാൻ പോലും വരത്തില്ലല്ലേ. ഇവിടെ താഴെയാണ് ഒന്നുമില്ല. ആ ബോട്ട് എവിടെ പോയി? ആ ബോട്ട് എവിടെ പോയി? അത് തിരിച്ചു പോയി തോന്നുന്നല്ലേ. എല്ലാവരും ഇനി ഫയർ വർക്ക് ലൈറ്റ് വർക്ക് ഇടണോ അത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാവട്ടെ. ഇതെല്ലാം ഈ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ അതിനു വേണ്ടി തന്നെ നിൽക്കുന്നതാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാരും അതിനു വേണ്ടി തന്നെയാണ്. അയ്യോ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ വലിയാരത്തി വീഡിയോ റെക്കോർഡ് ചെയ്തെന്നും പറഞ്ഞ് വലിയൊരു സംസാരിക്കാൻ ഇപ്പം കണ്ടേ. നമ്മളിപ്പോൾ വേറെ അടുത്ത ഇപ്പുറത്തെ സൈഡിൽ വന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഈ സൈഡിലത്തെ വ്യൂ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിൽ അവിടെ പോയി ആൾക്കാർ ഇച്ചിരി മാറുന്നതനുസരിച്ച് പോയി ഇടയ്ക്ക് കയറി നിന്ന് നമുക്ക് ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ഒരു ഫ്ലോയും സംഭവങ്ങളെല്ലാം ഒന്ന് കാണാം. ഇതാണ് ഫോൺ പിടിച്ചില്ലെങ്കിലുണ്ടല്ലോ എല്ലാവരും തട്ടിയാൽ പോയി. ഒഴുകുന്നതിൻ്റെ ഫോഴ്സ് കണ്ടോ? ഓ മൈ ഗോഡ്.
ഇതാണ് ഞാൻ പറഞ്ഞ ഇപ്പഴേ നമുക്ക് വ്യൂ കാണാന്ന് പറഞ്ഞ. സോ ഇപ്പം ഇവിടെ രാത്രി 9:30 ആയി. ഞാൻ ഇവിടുത്തെ ഈ വാട്ടർഫോളിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചു തരാം. മറ്റേ ലൈറ്റ് വർക്കിന് കളറ് കണ്ടോ, റെഡ് ബ്ലൂ ഗ്രീൻ ഒക്കെ വന്ന്. Oh, there is rainbow color, rainbow there. Can anyone see that? Yeah. There's rainbow color there. Oh my god. Over there. Yeah. See? ഇതാണ് നൈറ്റ് വ്യൂ. ഇനിയിപ്പം ലൈറ്റ് വർക്ക് ആ ഷോ കൂടി വരുമ്പോൾ നമ്മുടെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു സാമ്പിൾ അവർ കാണിച്ചു. പക്ഷേ അപ്പം ലൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്നുള്ളൊരു സിഗ്നൽ തരുന്നതാണ്. അപ്പം യാ, സോ ദ വെയറിംഗ് ഈസ് ഗോയിങ് ടു ഓവർ. തുടങ്ങിയില്ല, ഇനി 2 മിനിറ്റും കൂടി ഉണ്ട്, വെയിറ്റിംഗ് ആണ്. നമുക്കപ്പം തൽക്കാലം നമ്മുടെ ലൈറ്റ് വർക്ക്സ് കണ്ട് സന്തോഷിക്കാം. നമ്മൾ മേളിലാണ് കേട്ടോ നിൽക്കുന്നത്. ആക്ച്വലി ഈ ലൈറ്റ് വരുന്നത് ക്ലിയർ അല്ല കേട്ടോ. ഇവിടെ ഒരു സംഭവമുണ്ട്, ഇതിൽ നിന്നാണ് ഇങ്ങോട്ടേക്കുള്ള ഈ ലൈറ്റ്സ് ഒക്കെ വരുന്നത്. സ്റ്റാർട്ട് ചെയ്തു ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആൾക്കാർ നിൽക്കുന്നുണ്ടോ, എന്ത് ആൾക്കാരാണ്. ഞങ്ങൾ മേളിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങ് തൊട്ട് ഇങ്ങ് ഇത്ര എല്ലാ ആൾക്കാരാണ്. വാ, അതിനിടയ്ക്ക് പക്ഷികൾ പറക്കുന്ന കൂടെ ആകുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാട്ടോ. That was something crazy. This weekend actually the long weekend because Canadian Day and both Canadians and the US Americans July 4th Americans അതുപോലെ തന്നെ Canadian Day കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ലോങ് വീക്കെൻഡ് ആണ്. അതാണ് ഇത്ര ആൾക്കാർ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ട്. പിള്ളേർ കഴിക്കുന്നു സൗണ്ട് കേട്ടിട്ട്. കൊണ്ടു അവിട്ട് ചെയ്യാത്തോണ്ട് വെള്ളം കണ്ടോ, നീല പല കളറില്. ക്ലിയറും അല്ല, ക്ലാരിറ്റി കുറവാണ്, നൈറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇത് നമ്മളുടെ കാണുമ്പോൾ ഉണ്ടല്ലോ സൂപ്പറാ. എൻ്റെ ശരിക്കും എക്സാക്റ്റ് ഒരു ബ്യൂട്ടി നമുക്ക് ഈ ക്യാമറയിൽ കിട്ടുന്നില്ല ആക്ച്വലി.
ഇതുണ്ടോ, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ? എന്താണെന്ന് നോക്ക്. കറക്റ്റ് 5 minutes ആണ്. ആൻഡ് അസംബ്ലി ഡിസ്പേഴ്സ്. ജയ് ഹിന്ദ്. തീർന്നു. നമ്മളും ടാറ്റ പറഞ്ഞു പോവുകയാണ്. സാമഗ്രികളൊക്കെ എടുത്തിട്ട് എക്സ്പീരിയൻസ് നമ്മൾ ആക്ച്വലി എനിക്ക് വിശക്കുന്നൊന്നും ഇല്ല. പോകാം. നോക്കാം. വൺ മോർ. അപ്പോൾ ഇനി നോക്കട്ടെ. ഇത് ഞാൻ നമ്മൾ ഇത് രാവിലെ എനിക്കറിയത്തില്ല നമ്മൾ എവിടെയാണ് പോകുന്നത്. ചേട്ടായിക്ക് മാത്രം അറിയാം. ഞാൻ ചേട്ടായി റെഡിയാകാൻ പറയുന്നു, ഞാൻ റെഡിയാവുന്നു, ചേട്ടായുടെ കൂടെ പോകുന്നു. എല്ലാം ചേട്ടായി ചെയ്യുന്നു. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളാണ്. ആക്ച്വലി ഇതിന് അങ്ങോട്ട് താഴോട്ടൊക്കെ ഉണ്ട്. നമ്മൾ കയറിയായിരുന്നൊരു സുവനീർ വാങ്ങി. നമ്മൾ കയറാൻ കാരണം എനിക്ക് കഠിനമായ ഷൂ വെക്കാൻ മുട്ടി. അപ്പം പിന്നെ വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറിയതാണ്. അപ്പം പിന്നെ ഒരു കനേഡിയൻ ഒരു സുവനീർ വാങ്ങാമെന്ന് വിചാരിച്ച് അതും മേടിച്ചു. ഇനി നമ്മൾ നമ്മുടെ റൂമിലോട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരി, ഒന്നെങ്കിൽ ഇത് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടിടും, അല്ലെങ്കിൽ മിറ്റായിട്ടിടും, അല്ലെങ്കിൽ നാളത്തേക്ക് കൂടെ കൂട്ടി ഇടാം. ബിക്കോസ് പലതിട്ടിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ ചുമ്മാ എനിക്കൊരു സന്തോഷത്തിന് ഞാൻ ഇടുന്നു. അപ്പോൾ ശരി, ഒന്നെങ്കിൽ നാളെ രാവിലെ എഗെയിൻ നമുക്ക് കാണാം, അല്ലെങ്കിൽ നാളത്തെ സംഭവങ്ങളെല്ലാം വേറൊരു വീഡിയോയിൽ കാണാം. അപ്പം ചില ഗുഡ് നൈറ്റ്, ബൈ. ഒന്നും കൂടെ കാണിക്കാം ഇവിടുത്തെ ക്രൗഡ്.